ഇസ്രായേൽ ഹമാസ് സംഘർഷം ആളിക്കത്തുമ്പോൾ വൻ പ്രതിസന്ധി നേരിടുന്നത് ഗസ തന്നെയാണ്. കൂടാതെ വർദ്ധിച്ചു വരുന്ന മരണങ്ങൾക്കിടയിലും വെടിനിർത്തൽ ഉണ്ടാകാത്തതും സിവിൽ ഓർഡർ തകർച്ചയും ചൂണ്ടിക്കാട്ടി വേൾഡ് ഫുഡ് പ്രോഗ്രാം വടക്കൻ ഗസയിലേക്കുള്ള ഭക്ഷണ വിതരണവും നിർത്തിവെച്ചു. ഇത് ഗസയിൽ കടുത്ത ഭക്ഷ്യ പട്ടിണി പ്രതിസന്ധിക്ക് കാരണമാവുകയും ചെയ്തു. ഇപ്പോഴിതാ ആ ഭക്ഷ്യ പ്രതിസന്ധിക്കിടയിലും നൂറുകണക്കിന് പലസ്തീനികൾ ധാന്യമാവ് നിറച്ച ചാക്കുകളുമായി ഓടുകയാണ്. ഗസയിലെ ആ അവസ്ഥയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുമുണ്ട്. പലസ്തീനികൾ റോഡുകളിൽ നിന്ന് ലഭിച്ച ഭക്ഷണ സാധനങ്ങളായ ധാന്യമാവിന്റെ ചാക്കുകൾ എടുത്ത് ഓടുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. വിശപ്പ് കടിച്ചമർത്താൻ കഴിയാതെ തങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ഭക്ഷണ സാധനങ്ങൾ എടുത്തു വെക്കാൻ ശ്രമിക്കുകയാണ് പലസ്തീനികൾ. വേൾഡ് ഫുഡ് പ്രോഗ്രാം ഗസയിലേക്കുള്ള ഭക്ഷണ കയറ്റുമതി നിർത്തിവെച്ചതാണ് സാഹചര്യത്തെ കൂടുതൽ വഷളാക്കിയത്. പട്ടിണി മൂലം ആളുകൾ മരിക്കാൻ സാധ്യതയുള്ളതിനാൽ ഈ തീരുമാനം നിസ്സാരമായി എടുത്തിട്ടില്ല എന്ന് UN വേൾഡ് ഫുഡ് പ്രോഗ്രാം പറയുകയും ചെയ്തു. എന്നാൽ ഭക്ഷ്യസഹായം എത്തിക്കുന്നവർക്കും സുരക്ഷ ഉറപ്പാക്കേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഈ തീരുമാനം എന്നാണ് WFP പറഞ്ഞത്. ഗസയിലെ ഏകദേശം 2.3 ദശലക്ഷം ആളുകൾ ഭക്ഷ്യക്ഷാമത്തിന്റെ ഭീഷണിയിലാണെന്ന് UN പറയുന്നു. സ്ഥിതി രൂക്ഷമായതിനെ തുടർന്ന് ഗസ സിവിലിയന്മാർക്കായി വൻതോതിൽ അമേരിക്കയിൽ നിന്ന് മാവ് കയറ്റുമതി ചെയ്യാൻ ഇസ്രായേൽ സമ്മതിച്ചതായി മാധ്യമ റിപ്പോർട്ടുകളുമുണ്ട്. ഹമാസ് ഗ്രൂപ്പിനെതിരെ ഇസ്രായേൽ യുദ്ധം പ്രഖ്യാപിക്കുകയും ഗസയുടെ സമ്പൂർണ്ണ ഉപരോധം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഹമാസിനെ തുടച്ചു നീക്കുമെന്ന് ഇസ്രായേൽ നേതാക്കൾ പ്രതിജ്ഞയെടുത്തതോടെ യുദ്ധത്തിന്റെ 3-ാം ആഴ്ചയുടെ അവസാനത്തിൽ ഒരു കരകടന്നുകയറ്റമാണ് നമ്മൾ കണ്ടത്. ഇന്ന് ഗസയിൽ 29,000-ത്തിലധികം ആളുകൾ കൊല്ലപ്പെടുകയും 69,500-ത്തിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി പലസ്തീൻ ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് ചെയ്തു. ഹമാസിന്റെ തുരങ്കങ്ങളും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളുള്ള സ്ഥലങ്ങൾ ലക്ഷ്യമിട്ടതായി ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അവകാശപ്പെട്ടിരുന്നു. UN ഏജൻസികൾ പറയുന്നതനുസരിച്ച് ഇസ്രായേൽ ആക്രമണം ട്രക്കുകളുടെ ക്രോസിംഗ് മന്ദഗതിയിലാക്കിയിട്ടുണ്ട്. വലതുപക്ഷ ഇസ്രായേൽ പ്രതിഷേധക്കാർ തെക്കൻ ഗസയിലേക്കുള്ള കെറോം ഷാലോം എൻട്രി പോയിന്റിൽ ട്രക്കുകൾ തടയുകയും പലസ്തീൻ ജനതയ്ക്ക് സഹായം നൽകരുതെന്ന് പറയുകയും ചെയ്തിരുന്നു. പലസ്തീനികളെ സഹായിച്ചാൽ ഇസ്രായേലിന്റെ പക്കലിൽ നിന്നും വെല്ലുവിളികൾ ഇനിയും ഉയർന്നേക്കാമെന്ന് ഭക്ഷണം എത്തിക്കുന്നവർക്ക് പേടിയുണ്ട്.